10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പഞ്ചസാര മാറ്റി അതിൽ പഴവും പിന്നെ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് റെസിപ്പി എന്ന്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇലാഞ്ചി എന്നും പറയും, ചില സ്ഥലത്ത് ലവ് ലെറ്റർ എന്നും പറയും. മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹെൽത്തി ആയിട്ട് ഓട്സ് കൊണ്ട് ഉണ്ടാക്കാം, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ യൂഷ്വലി മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മിൽക്ക് ഒഴിക്കാം. മിൽക്ക് ഓപ്ഷനിലാണ്, കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്, ഒരു ചെറിയ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും, കുറച്ച് മതി. നമുക്കിനി ഇത് മിക്സിയിലോട്ട് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേണമെങ്കിൽ നമുക്കല്ലാതെ മിക്സി ഇല്ലാതെങ്കിൽ തവി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് ബ്ലെൻഡ് ചെയ്തേക്കുന്നതാണ്. മാവിൻ്റെ പരുവം നോക്കൂ, കറക്റ്റായിട്ടുണ്ട്. അധികം വെള്ളവും വേണ്ട, അധികം ടൈറ്റും ആവേണ്ട. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏലക്കയാണ്. ഏലക്ക ഞാൻ പൊടിക്കാൻ ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ജീരകം, നമുക്കിത് പൊടിച്ചെടുക്കാം. ഏലക്കയുടെ തൊണ്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ അത്യാവശ്യം ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. റൈസിന് ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ ഇടാം. ചിലർ പഴമൊക്കെ കട്ട് ചെയ്തിടും, ഞാൻ പക്ഷേ ഗ്രേപ്സ് മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ നെയ്യുടെയും ഏലക്കയുടെയും ജീരകവും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നല്ല മണം ഉണ്ടാവും. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് വരുമ്പം മണവും ടേസ്റ്റും എല്ലാം ഉണ്ടാവും. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്യുമ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് വേണം ഫില്ല് ചെയ്യാൻ. അങ്ങനെ ഒരു സൈഡിലോട്ട് വെക്കുക. ഫില്ല് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി എടുക്കുകയാണ്. ഇങ്ങനെ ഇരിക്കും. ഇറങ്ങുമ്പോൾ ഉണ്ടാക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കനം കുറച്ച് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഇതുമായിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് സൈഡിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് ഇതിങ്ങനെ ചുരുട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ രുചികരമായ ലവ് ലെറ്റർ തയ്യാറായിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.